കാര്യം പിന്നെ അതിന് നെഗറ്റീവായിട്ട് എന്താ ബന്ധം? ഇരുട്ടും രാത്രിയും പകലും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയും കൃപയും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയെ കുറിച്ച് ഈശോ പറഞ്ഞത് മത്തായി 6:34. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അപ്പൊ ഈ ഓരോ ദിവസത്തിനും ഓരോ ക്ലേശം ഉണ്ടാകുമ്പോ തന്നെ പോസിറ്റീവ് ആക്കേണ്ട എങ്ങനെ അറിയാമോ? അതിന് ഉപോത്പരമായിട്ട് അതാത് ഓരോ പ്രഭാതത്തിലും അവന്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചനമുണ്ട്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിന്റെ വിഷയത്തിൽ നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. കാര്യം ഈശോ പറഞ്ഞാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിന് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യസനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാവും. പക്ഷെ അപ്പൊ ഓർക്കണം, ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ പുതിയ സ്നേഹം കൂടി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉത്കണ്ഠകൾ ഉണ്ട്, പക്ഷെ അതേസമയം തന്നെ അതിനെ ഈ സ്നേഹം കൊണ്ട്, കർത്താവിന്റെ സ്നേഹം കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്.